പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത ഇരുസഭകളിലെയും കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് രാവിലെ ചേർന്നു. പാർലമെന്റിന്റെ അനക്സ് മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, കിരൺ റിജിജു, അർജുൻ രാം മേഘ്വാൾ, JP നഡ്ഡ, NCP നേതാവ് പ്രഫുൽ പട്ടേൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ചട്ടപ്രകാരം തുറന്ന മനസ്സോടെ ഏത് വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. സർവകക്ഷി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. इंटरवेंशन जरूर होता है, मगर पूरा भाषण को डिस्टर्ब करना यह अच्छा परंपरा नहीं है. ये हमारे तरफ से अपील है और हम उम्मीद करते हैं कि ये बजट सेशन बहुत अच्छी तरह से चलेंगे और बहुत अच्छा बजट लेकर के आएंगे. सब इसका इंतजार है. कल इकोनॉमिक सर्वे पेश किया जाएगा 22 जुलाई को और 23 को जनरल यूनियन बजट 2024-25 पेश किया जाएगा. उसके बाद ये क्योंकि बजट सेशन है तो हमारे जितना भी जो फाइनेंशियल ट्रांजैक्शंस, फाइनेंशियल बिजनेस है वो पहले होगा. उसके बाद इम्पोर्टेंट बिल्स, लेजिस्लेशन कोई भी होगा. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. നാളെ സാമ്പത്തിക സർവേ ധനമന്ത്രി അവതരിപ്പിക്കും. പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. ഇതോടെ തുടർച്ചയായി 7 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ ധനമന്ത്രി എന്ന റെക്കോർഡിന് നിർമ്മല സീതാരാമൻ അർഹയാകും. അടുത്ത മാസം 12-ന് സമ്മേളനം അവസാനിക്കും.